അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മാംഗോ പുഡിംഗ് ആയിട്ടാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം നമുക്കിതിലേക്കൊരു പാല് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 250 ml പാൽ ഒഴിച്ചു കൊടുക്കുക. അതായത് ഒരു പാക്കറ്റ് എൻ്റെ പകുതി അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഒരു മാങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അടിച്ചെടുത്തത്. അങ്ങനെ ആ മാംഗോൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് ഈ ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ലെയർ സെറ്റ് ആണെന്നാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട 2 ലെയർ സെറ്റാക്കാം. അങ്ങനെ ഞാൻ 2 ലെയർ സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ പാലിൻ്റെ ആ മിക്സിയില്ലേ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഒരു ലെയറിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ ലെയർ വെക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഞാനിതാ അതെല്ലാം ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഞാനിതാ രണ്ടാമത്തെ ലെയറും സെറ്റ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിക്കുക. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ വെച്ചോളൂ. ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അങ്ങനെ ഞാനിത് ഫ്രീസറിൽ വെക്കട്ടെ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ക്രീം റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നേരത്തെ പാല് നമ്മൾ ഫുൾ ഒഴിച്ചിട്ടില്ലല്ലോ, അതിൻ്റെ ബാക്കി പാലുണ്ടല്ലോ അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മേഡ് ഉണ്ടല്ലോ, മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ മിൽക്ക് മേഡ് ഒഴിക്കണ്ട, മധുരം വേണമെന്നില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇതെന്തായാലും ഇട്ട് കൊടുക്കണം, കാരണം ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് പാലിൽ ബട്ടർ ഇടുമ്പോൾ. അങ്ങനെ ഞാനിതാ ഒരു 1/2 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ ഇല്ലേ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഓവർ തിക്കാക്കുന്നില്ല ഞാൻ. ഇതിങ്ങനെ ഞാൻ ലൂസാക്കിയിട്ട് നമ്മൾ വായിലൊക്കെ ഇട്ടാൽ അലിഞ്ഞു പോകുന്ന അറിയുന്നില്ലേ, അതേപോലെ ആക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഓവർ തിക്കാക്കുന്നില്ല. ഇനി നേരത്തെ മാംഗോ പൾപ്പില്ലേ ബാക്കി അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുറുക്കിയെടുക്കുക. ഓവർ കുറുക്കുന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല ഓവർ തിക്കാക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് തിക്കാക്കി എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഞാനതൊന്ന് തിക്കാക്കി എടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ചെടുക്കുക. ഈ ഒരു ക്രീം അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വേറെ പുഡിങ്ങിനൊക്കെ എന്താ പറയുക, ക്രീം ആക്കുമ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാം. ഫ്രൂട്ട്സ് മാറ്റിയാൽ മതി, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും. അങ്ങനെ ഞാനിതാ ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ നേരത്തെ ആ പൾപ്പില്ലേ മാംഗോ പൾപ്പ്, അതിൽ ഞാനൊരു 2 ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ഞാനിതാ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാമെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കറക്റ്റ് വായിലൊക്കെ ഇട്ടാൽ അലിഞ്ഞു പോകുന്നു പറയില്ലേ, അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. കാരണം കുറേ മിൽക്ക് ഒഴിച്ച് കൊടുത്തതിന് വേണ്ടിയിട്ട് നല്ല സോഫ്റ്റാണ് ബ്രെഡ്. അങ്ങനെ ഞാനിതാ ഇനി ഇത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഇത് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ വെച്ചാൽ മതിയും, വേഗം സെറ്റായി കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ നട്ട്സ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഫ്രീസറിൽ വെക്കട്ടെ. അങ്ങനെ ഞാൻ 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്തതാണിത്. നല്ല സെറ്റായിക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാൻ പറഞ്ഞില്ല, വായിലിട്ടാൽ കറക്റ്റ് അലിഞ്ഞു പോകുന്നുണ്ട്, അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണം. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.